അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എല്ലാം ചെയ്തത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാറ്റൻ റിബൺ കൊണ്ടുള്ള വ്യത്യസ്തമായിട്ട് മറ്റൊരു ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ഇത്രയും നീളത്തിൽ നമ്മൾ സാറ്റൻ റിബൺ മുറിച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഈ കാണിക്കുന്നത് പോലെ രണ്ട് കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ഈ സാറ്റൻ റിബണിൽ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ആ കട്ട് ചെയ്തൊന്ന് പിരുത്ത് വെച്ചിട്ട് വേണം ഈ ലൈറ്റർ യൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് ഏറ്റവും അടുത്ത് ചെയ്യണമെന്നില്ല, കുറച്ച് ദൂരെ ആണെങ്കിൽ കൂടി ആ ചൂടടിക്കുമ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ചുരുങ്ങി ഒരു റൗണ്ട് ഷേപ്പായി തന്നെ വന്നോളും. ഇതുപോലെ നമുക്കത് കറക്റ്റ്ലി ആ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് നല്ല വേറൊരു ഫ്ലവറാണ് ചെയ്തത്. ഇവിടെ ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ തിരികെ ഇതിൽ കാണിക്കുന്ന കണക്ക് ചുരുട്ടി വെച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് അതിനെ ഒന്ന് ചൂട് പിടിപ്പിക്കും. അതായത് അതൊന്ന് ചുരുണ്ട് ഇരിക്കുന്നതായിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് മടക്കി വെച്ച് കെട്ടാൻ നമുക്ക് എളുപ്പമുണ്ട് കുറച്ചും കൂടി. ഇതുപോലെ ചുരുണ്ടുകൂടി മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടാകുമ്പോൾ അത് തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇനി ഒരു എതളെന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനെ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് വേണം കെട്ടാൻ. ഇനി നമ്മൾ ആ ഒരു ഗോൾഡൻ വയർ എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഒറ്റ വയറിലാകുമ്പോൾ വലിയ ബലം പോലെ ഇപ്പോൾ കിട്ടുന്ന ഗോൾഡൻ വയറെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നേർത്ത വയറാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു വയറിനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഗ്രീൻ ടേപ്പാണ്. ആ ഗ്രീൻ ടേപ്പ് ഇതുപോലെ നമ്മളിപ്പോൾ ഗോൾഡൻ വയർ വെട്ടിയതിന് ശേഷം അതിൽ നേരെ ഫ്ലവർ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നതിലും എളുപ്പമാണ് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൽ ഫ്ലവർ കെട്ടിയെടുക്കുന്നത്. ഇതുപോലെ ചുറ്റി വരിഞ്ഞെടുത്ത് ഇനി ഞാനിവിടെ പൂമ്പൊടി പിപ്സ് അത് വാങ്ങിക്കാൻ കിട്ടും. ഈ സാധനങ്ങളെല്ലാം തന്നെ ഇനി ആ ഒരു പൂമ്പൊടി എടുത്ത് നമ്മൾ ആ ഒരു വയറിൽ ഇതുപോലെ ചുറ്റി വരിഞ്ഞാണ് വെക്കുന്നത്. അതിനുശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ അതിൻ്റെ ഇതളുകൾ രണ്ടും കൂടി ചേർത്ത് വെച്ച് അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ ലൈറ്റർ വെച്ച് ഒന്നും കൂടി ചൂടാക്കി എന്ന് വെച്ചാൽ നമുക്ക് ഇറുക്കി ഇതുപോലെ വരിഞ്ഞ് മുറുക്കി വേണം കെട്ടിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഓരോ പെറ്റൽസുകളും രണ്ടായിട്ട് മടക്കി ഒന്നിൻ്റെ മേളിൽ ചുരുട്ടി മടക്കി എടുക്കുകയാണ്. ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതുപോലെ ചുരുട്ടി ഒന്നിൻ്റെ മേളിൽ ഒന്നും കൂടി വെച്ച് ഇനി നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് അതായത് റൗണ്ടായിട്ട് തന്നെ ആദ്യമേ നമ്മൾ അതിൻ്റെ ഒരു പൂമ്പൊടി ആദ്യം കെട്ടും. അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും അത് കെട്ടും. ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതുപോലെ അത് റൗണ്ട് ചെയ്ത് കെട്ടി എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ബ്ലൂവും ആ ഒരു യെല്ലോയുടെ ഒരു കളർ കോമ്പിനേഷനും നല്ലൊരു ഭംഗി വരുത്തുന്നുണ്ട്. ഇതുപോലെ ആദ്യമേ പൂമ്പൊടി കെട്ടി അതിനുശേഷം തൊട്ട് പിറക്കെ തന്നെ ആ ഒരു പെറ്റൽസ് രണ്ടായിട്ട് മടക്കി വെച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് മടക്കി വെച്ച് കെട്ടിയെടുക്കുമ്പോൾ ഇത് നല്ലപോലെ വരിഞ്ഞ് മുറുക്കി വേണം കെട്ടിയെടുക്കാനായിട്ട്. ടൈറ്റായിട്ട് കെട്ടുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വിരിഞ്ഞ് വരും. ഇനി അത് നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ പെറ്റൽസ് വയ്ക്കാം. ഇതെന്ന് വെച്ചാൽ പെറ്റൽസ് നമ്മൾ ഇതുപോലെ കെട്ടി വെക്കുന്നതനുസരിച്ച് നല്ലതുപോലെ രണ്ടെണ്ണം ആകുന്നതുകൊണ്ട് കാണാനും കുറച്ച് ഭംഗിയുണ്ട്. ഇനി അതിൽ നമ്മൾ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി വരിഞ്ഞെടുക്കുകയാണ്. അത് നല്ല ടൈറ്റായിട്ട് രണ്ട് മുകളിലോട്ട് പിടിച്ചിരിക്കുന്ന രണ്ട് വിരലുകൾ ചുറ്റി വിടുക. താഴോട്ട് ആ ഒരു ചുറ്റ് ഇറുക്കി പിടിച്ച് താഴോട്ട് ചുറ്റി വരിഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കുറച്ച് ടേപ്പ് മതി നമുക്കത് ടൈറ്റായി. ഇതിപ്പം കുറച്ച് നീളത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കി ഒന്നും കൂടി സ്ട്രോങ് ആക്കി അത് ഒന്നും കൂടി ചുറ്റി വരിഞ്ഞെടുക്കുകയാണ് ഗ്രീൻ ടേപ്പിൽ ചെയ്തത്. ഇതുപോലെ 2-3 ഫ്ലവറാണ് ഞാൻ റെഡിയാക്കിയത്. 5 ഫ്ലവറാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഒരു കൂട്ടത്തോടെയുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയാക്കി നമുക്ക് നമ്മുടെ വേസുകളിൽ വെക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ഫ്ലവറും റെഡിയാക്കി കഴിഞ്ഞ് മനോഹരമായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഗ്ലിറ്ററിൻ ഈ ഒരു തിളക്കത്തോടെയുള്ള സാറ്റൻ റിബൺ കുറേ എത്ര കാലം വേണമെങ്കിലും അതുപോലെ ഇരിക്കുകയും ചെയ്യും. ആ ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോണതുമല്ല. ഈ ഒരു സാറ്റൻ റിബൺ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. കാരണം അതിൻ്റെ ഒരു തിളക്കവും അത് എത്ര നാൾ വേണമെങ്കിലും അതൊരു
അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനിയെന്ന് വെച്ചാൽ ഈ ടേപ്പ് ചുറ്റുന്നതിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചുറ്റി എടുക്കാനായിട്ട്. ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് ടേപ്പ് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചുറ്റി വരിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡിന് ഇതുപോലെ ചുറ്റി പോവാം. അത് ചുറ്റി അങ്ങ് കളയല്ല ചെയ്ത് ഇതുപോലെ പിടിച്ച് മുറുക്കി വേണം ചുറ്റി താഴോട്ട് കൊണ്ടുവരാനായിട്ട്. ഇതുപോലെ ചുറ്റി ടൈറ്റായിട്ട് കൊണ്ടുവന്ന് അത് എൻഡ് ചെയ്ത് ഇനി അതിൻ്റെ ഒരു ലീവ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നീളത്തിൽ ഞാൻ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുക. ഞാനൊരു 3 ലീവ്സാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ഒരു രണ്ട് പീസ് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി കഴിഞ്ഞ് ഇനി അതിൽ ഷേപ്പ് കട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ രണ്ടായിട്ട് മടക്കി അതിനെ ഞാൻ ഒരു ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലും കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കട്ടിങ്സ്. ആ കട്ടിങ്സ് നല്ലതുപോലെ വിടർത്തി വെച്ച് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ലൈറ്റർ അത് പിരുന്ന ആ ഒരു കട്ടിങ്സ് നല്ലതുപോലെ പിരുത്തി എടുക്കാൻ പറ്റും. ഒരു ലീവ്സിൻ്റെ മോഡലിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ സാറ്റൻ റിബൺ നമ്മൾ യൂസ് ചെയ്താൽ അതിൽ എപ്പോഴും ലൈറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞ് ഇനി ആ ഒരു ലീവ്സിൻ്റെ തൊട്ട് ബാക്കിൽ വെക്കാനായിട്ട് ഗോൾഡൻ വയറിൽ ഞാൻ ആ ഗ്രീൻ ടേപ്പ് ചുറ്റി അത് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 3 ലീവ്സേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഒരു 3 4 എത്ര ലീവ്സ് വെക്കുന്നോ അത്രത്തോളം ഭംഗിയായിരിക്കും. അപ്പോഴത്തേക്ക് ആ കളറിന് നല്ലൊരു എടുപ്പ് കിട്ടും. ചുറ്റിലും വേണമെങ്കിൽ നമുക്ക് ലീവ്സ് വെച്ച് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ലീവ്സുകളെല്ലാം ഇതുപോലെ ഒട്ടിച്ച് ഇനി വേണമെങ്കിൽ ആ ലീവ്സിൻ്റെ ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് പിരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഫ്ലവറും ലീവ്സും ആക്കി.